Variables in C. A variable is nothing but a name given to a storage area that our programs can manipulate. വേരിയബിൾസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ജസ്റ്റ് ഒരു സാമ്പിൾ പ്രോഗ്രാമൊക്കെ നമ്മൾ 2 നമ്പർ ആഡ് ചെയ്യുന്ന പ്രോഗ്രാമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ A is equal to 10, B is equal to 20 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരുന്നു. അതാണ് വേരിയബിൾസ്. അപ്പോൾ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിം ഗിവൺ ടു എ സ്റ്റോറേജ് ഏരിയ എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഒരു സ്റ്റോറേജ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു നെയിമാണ് വേരിയബിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ A is equal to 10 എഴുതിയപ്പോൾ നിങ്ങൾക്ക് അത് ഇങ്ങനെയാണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരാന്ന് പറയാൻ കാര്യം, നമുക്കിപ്പോൾ ഒരു 10 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് ആ വാല്യൂ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ ആ വാല്യൂ വീണ്ടും എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് പല സ്ഥലത്തും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വാല്യൂ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ നമ്മൾ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളത് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുക. നമുക്കറിയാം ഒരു മെമ്മറി എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ ലൊക്കേഷൻസ് ഉണ്ട്, അതായത് കുറേ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ആ ഓരോ സ്റ്റോറേജ് ഏരിയയ്ക്ക് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയയ്ക്കൊക്കെ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ 10 സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10നെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ എവിടെയാണോ സ്റ്റോർ ചെയ്തത് ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അഡ്രസ്സ് എടുത്തിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു നമ്പർ ആയിരിക്കും. പക്ഷെ നമുക്ക് കുറേ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും, ഓരോ ലൊക്കേഷൻ അഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഉണ്ട് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ആ അഡ്രസ്സ് എടുത്തിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് ഉപയോഗിക്കുന്നതിന് പകരം ആ മെമ്മറി ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുക്കും. ആ പേര് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാമിനകത്ത് ചെയ്യുക. ഇൻറ്റേർണലി ആ പേര് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് റെഫർ ചെയ്യണത് ഒരു അഡ്രസ്സിലേക്കായിരിക്കും. ആ അഡ്രസ്സിലെ വാല്യൂ ആണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ആ പേര് വെച്ചിട്ട് മാത്രമേ പ്രോഗ്രാമിനകത്ത് അത് മാനേജ് ചെയ്യുള്ളൂ. നമ്മൾ അറിയില്ല ഏത് മെമ്മറി ലൊക്കേഷൻ ശരിക്കും ഏത് അഡ്രസ്സിലാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സുള്ള ഒരു മെമ്മറി ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് ഒരു വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ സംഭവം തന്നെ ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ ഐഡൻറ്റിഫയറിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഇസ് എ നെയിം ഗിവൺ ടു എ വേരിയബിൾ ഓർ അറേ ഓർ ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ തന്നെയാണ്. പക്ഷേ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ നമുക്കത് വേരിയബിൾ തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനോ അറേനെ ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐഡൻറ്റിഫയർ ആണ്. അതേസമയം വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഐഡൻറ്റിഫയർ ആണ്. അതായത് ഒരു മെമ്മറി ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനെ വേരിയബിൾ എന്ന് പറയും. അത് ഇപ്പോൾ വേരിയബിളും ഐഡൻറ്റിഫയറും ഡിഫറൻസ് മനസ്സിലായില്ലേ? ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഫംഗ്ഷനോ അറേനോ എന്തിനും ഐഡൻറ്റിഫൈനോ യൂസ് ചെയ്യണം നമ്മൾ ഐഡൻറ്റിഫയർ എന്ന് പറയും. അതേസമയം വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെയിമാണ്. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഐഡൻറ്റിഫയർ. ദെൻ എ വേരിയബിൾ മേ ടേക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. അതായത് അതുകൊണ്ടാണ് അതിന് വേരിയബിൾ എന്ന് തന്നെ പറയുന്നത്. അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ പല സ്റ്റെപ്പിലും അതിൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. എന്നുവെച്ചാൽ അതിൻ്റെ വാല്യൂ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതായത് അത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമല്ല, വേരി ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ദെൻ ചൂസ് എ നെയിം വിച്ച് ഇസ് മീനിങ് ഫുൾ ഓർ ദാറ്റ് റിഫ്ലക്ട്സ് ദി പേർപ്പസ് ഓർ നേച്ചർ ഓഫ് ദി വേരിയബിൾ. ഇതൊരു റൂളല്ല. നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൻ്റെ പേർപ്പസ് എന്ന് മനസ്സിലാക്കണം, അതിൻ്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ. അതായത് ഒരു റീഡബിൾ ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അതായത് നമുക്കിപ്പോൾ 2 നമ്പറിൻ്റെ സമ്മ് സ്റ്റോർ ചെയ്യാനാണ് ഒരു വേരിയബിൾ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് സമ്മ് എടുക്കുക. അതേസമയം നമുക്ക് കുറച്ച് മാർക്കുകളുണ്ട്, അതിൻ്റെ ടോട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ തന്നെ വേരിയബിൾ നെയിം എടുക്കാം. അങ്ങനെ ആ വേരിയബിളിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വേരിയബിൾ നെയിം എടുക്കാൻ ശ്രമിക്കുക. എല്ലാ സമയത്തും നമുക്ക് ആ രീതിയിൽ വേരിയബിൾ നെയിം കൊടുക്കാൻ പറ്റിക്കോളണമെന്നൊന്നുമില്ല. ഇതൊരു സ്ട്രിക്റ്റ് റൂളും അല്ല. ഏത് ടൈപ്പ് വേരിയബിൾ ആണെങ്കിലും സിക്ക് ഒരുപോലെയാണ്, അല്ല എന്ത് പേരാണെങ്കിലും. പക്ഷേ പ്രോഗ്രാം നോക്കണ ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പം അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം കൊടുക്കുന്നതായിരിക്കും. ദെൻ ഈച്ച് വേരിയബിൾ ഇൻ സി ഹാസ് എ സ്പെസിഫിക് ടൈപ്പ്. സ്പെസിഫിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ വേരിയബിളിനും ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ട്, വിച്ച് ഡിറ്റർമൈൻസ് ദി സൈസ് ആൻഡ് ലേ ഔട്ട് ഓഫ് ദി വേരിയബിൾസ് മെമ്മറി, the range of values that can be stored within the memory, and the set of operations that can be applied to the variable. ഇത്രയും കാര്യങ്ങളാണ് ഒരു വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് പറയാം. അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ
നമുക്കിപ്പോൾ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ ഇൻറ്റിജർ ആണോ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണോ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതനുസരിച്ചിട്ട് എത്ര മെമ്മറി വേണം എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 bytes മെമ്മറി മതിയാവും. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ ഇപ്പോൾ 4 bytes ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ നമ്മുടെ എത്ര മെമ്മറി ആ വേരിയബിളിന് വേണ്ടിയിട്ട് എടുക്കണം എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് അറിയണം. അപ്പോൾ ഓരോ വേരിയബിളിനും ഒരു ടൈപ്പ് ഉണ്ടായിരിക്കും. ആ ടൈപ്പാണ് തീരുമാനിക്കുന്നത് ആ വേരിയബിൾ അലോക്കേറ്റ് ചെയ്യേണ്ട മെമ്മറിയുടെ സൈസ് എന്താണ്, അതിനകത്ത് സ്റ്റോർ ചെയ്യാവുന്ന റേഞ്ച് ഓഫ് വാല്യൂസ്, അതായത് അതിനകത്ത് സ്റ്റോർ ചെയ്യാവുന്ന സ്മോളസ്റ്റ് വാല്യൂ എന്താണ്, ലാർജസ്റ്റ് വാല്യൂ എന്താണ്, ദെൻ അതിന് മുകളിൽ പോസിബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്. അതായത് എല്ലാ ടൈപ്പ് വാല്യൂസിൻ്റെ മുകളിലും എല്ലാ ടൈപ്പ് ഓപ്പറേഷൻസും പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അതൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്നനുസരിച്ചിട്ടാണ്. ഇപ്പോൾ വേരിയബിളിന് കുറച്ച് എക്സാമ്പിൾ കൊടുത്താണ് സം, ടോട്ടൽ, n1 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ എന്ത് വേരിയബിൾ നെയിമും കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഡേറ്റ ടൈപ്സ്. അപ്പോൾ നമുക്ക് ഓരോ വേരിയബിളിനും ഡേറ്റ ടൈപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിയുടെ അകത്ത് ഒരുപാട് ഡേറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഡേറ്റ ടൈപ്പ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊരു ഡേറ്റയുടെ ഒരു സ്റ്റോറേജ് ഫോർമാറ്റാണെന്ന് പറയാം. ആ സ്റ്റോറേജ് ഫോർമാറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ടൈപ്പ് ഓഫ് വാല്യൂ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂസ് എന്താണെന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ഒരു സ്റ്റോറേജ് ഫോർമാറ്റാണ്. അപ്പോൾ നമുക്ക് ഡേറ്റ ടൈപ്പിന് വേണമെങ്കിൽ ഒരു സ്റ്റോറേജ് ഫോർമാറ്റാണെന്ന് പറയാം, സ്റ്റോറേജ് ഫോർമാറ്റ് ഓഫ് ഡേറ്റ എന്ന് പറയാം. ദെൻ ഡേറ്റ ടൈപ്സ്, there are 3 categories of data types: primary or fundamental data types, derived data types and user defined data types. അപ്പോൾ ഇപ്പം നമ്മൾ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് നമ്മൾ ഇൻട്രൊഡക്ഷൻ്റെ പാർട്ടായിട്ട് തന്നെ പറയും, കുറച്ച് കഴിഞ്ഞിട്ട് പറയും. ദെൻ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സിലേക്ക് കടക്കുന്നുള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് ആണ് സിയിലുള്ളത്. ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ആൻഡ് വോയിഡ്. ഇങ്ങനെ 5 ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് ഉണ്ട്. ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിന് സ്പെസിഫൈ ചെയ്യണം, അതിന് ഇൻറ്റിജർ ആണെന്ന് മെൻഷൻ ചെയ്യുക നമ്മൾ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് വെച്ചിട്ടായിരിക്കും. ക്യാരക്ടറിൻ്റെ കീവേഡ് ക്യാർ, ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ ഫ്ലോട്ട്, ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ ഡബിൾ ആൻഡ് വോയിഡ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പിൻ്റെ വോയിഡ് എന്ന് തന്നെയാണ് കീവേഡ്. ദെൻ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ്. ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സ് ആർ ഹോൾ നമ്പേഴ്സ്. നമ്മൾ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റിജർ തന്നെയാണ്. അപ്പോൾ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റിജർ ഡേറ്റ ടൈപ്സ് സ്റ്റോർ ഹോൾ നമ്പേഴ്സ് വിത്ത് എ റേഞ്ച് ഓഫ് വാല്യൂസ് സപ്പോർട്ടഡ് ബൈ എ പെർട്ടിക്കുലർ മെഷീൻ. ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ടൈപ്പ് മെഷീനിലും, അതായത് നമ്മുടെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ 16 ബിറ്റ് മെഷീനാണോ അല്ലെങ്കിൽ 32 ബിറ്റ് മെഷീനാണോ 64 ബിറ്റ് മെഷീനാണോ, ഇതൊക്കെ അനുസരിച്ചിട്ട് ഒരു ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാൻ എത്ര മെമ്മറി എടുക്കും എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഏത് മെഷീനാണ് യൂസ് ചെയ്യണമെന്നനുസരിച്ചിട്ടാണ് എത്ര വലിയ ഇൻറ്റിജർ വരെ അതിനകത്ത് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ എത്ര ചെറിയ ഇൻറ്റിജർ വരെ അതിനകത്ത് സ്റ്റോർ ചെയ്യാമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു 16 ബിറ്റ് വേർഡ് ലെങ്ത് ഉള്ള മെഷീനാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 16 ബിറ്റ് വേർഡ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ബൈറ്റായിട്ടായിരിക്കും അതിനകത്ത് ഒരു വേർഡ് എടുക്കുക. അറ്റ് എ ടൈം നമ്മൾ 2 ബൈറ്റായിട്ടായിരിക്കും അതിനെ ആക്സസ് ചെയ്യുക. അപ്പോൾ ഇഫ് വി യൂസ് എ 16 ബിറ്റ് വേർഡ് ലെങ്ത്, സൈസ് ഓഫ് ഇൻറ്റിജർ വാല്യൂസ് ലിമിറ്റഡ് ടു ദി റേഞ്ച് -32768 to +32767. ഈ നമ്പർ കണ്ടിട്ടത് എന്താണെന്ന് വിചാരിക്കേണ്ട, അത് എന്താണെന്ന് വെച്ചാൽ 16 ബിറ്റാണ് അതിൻ്റെ വേർഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാൻ 16 ബിറ്റ്സാണ് നമ്മൾ എടുക്കുക. അതായത് 2 ബൈറ്റാണ് എടുക്കുക. ഈ 16 ബിറ്റിൽ ഒരു ബിറ്റ് സൈൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകും. ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ബിറ്റ് പോവുക. അതായത് 0 ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആൻഡ് 1 ആണെങ്കിൽ നെഗറ്റീവ്. അങ്ങനെ ഒരു ബിറ്റ് നമ്മൾ സൈനിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി എത്ര ബിറ്റ് ഉണ്ട്? 15 ബിറ്റ്സ് ഉണ്ട്. 15 ബിറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാവുന്ന മാക്സിമം വാല്യൂ എന്താണ്? അതായത് ബൈനറിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 15 ബിറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മാക്സിമം വാല്യൂ 2⁻15 - 1 ആയിരിക്കും. നമുക്കറിയാം 3 ബിറ്റ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 111 ആണ്. 111 എന്ന് പറഞ്ഞാൽ 7. അതായത് 2⁻3 - 1. 2⁻3 എന്ന് പറയുമ്പോൾ 8, 8 - 1 7. അപ്പോൾ 3 ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് 2⁻3 - 1 ആണ് റെപ്രസെൻറ്റ് ചെയ്യാവുന്ന മാക്സിമം വാല്യൂ.
അപ്പോൾ n ബിറ്റ്സ് വെച്ചിട്ട് 2n-1 ആണ് മാക്സിമം വാല്യൂ. അപ്പോൾ 15 ബിറ്റ്സ് വെച്ചിട്ടാകുമ്പോൾ 215-1 ആയിരിക്കും അതിൻ്റെ ആ ഇൻറ്റിജറിൽ സ്റ്റോർ ചെയ്യാവുന്ന മാക്സിമം വാല്യൂ. ഈ 215-1 ആണ് 32767 എന്ന് പറയുന്നത്. ഇനി അതാണ് അതിലെ മാക്സിമം വാല്യൂ. ഇനി അതിൽ ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ് സൈൻ ഇട്ടിട്ടുള്ളതാണ് അതിൻ്റെ ലോവസ്റ്റ് വാല്യൂ. അത് 2-15 ആയിരിക്കും. അതും ഇത് 2-15-1 ഇപ്പുറത്ത് -2-15 വരാൻ കാര്യം എന്ന് പറയുന്നത് അത് 2's കോംപ്ലിമെൻറ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യണത് എന്നുള്ളതുകൊണ്ടാണ്. അത് 2's കോംപ്ലിമെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ അത്രയും മനസ്സിലാക്കുക. സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ -2-15 ലാർജസ്റ്റ് +2-15-1 ആണെന്ന്. അപ്പോൾ അതായിരിക്കും ഒരു 16 ബിറ്റ് വേർഡ് ലെങ്ത് ഉള്ള മെഷീനിലുള്ള ഇൻറ്റിജറിൻ്റെ റേഞ്ച്. ദെൻ ദർ ആർ 3 classes ഓഫ് ഇൻറ്റിജർ സ്റ്റോറേജ്. അതായത് ഇൻറ്റിജറിന് തന്നെ നമുക്ക് 3 ക്ലാസ്സസ് ഉണ്ട്. അതായത് ഷോർട്ട് ഇൻറ്റ്, ലോങ് ഇൻറ്റ്. നമ്മുടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ പേർപ്പസ് എന്താണെന്നനുസരിച്ച് അതിൻ്റെ ഒരു റേഞ്ച് എത്രത്തോളം പോകണമെന്ന് ആലോചിച്ചിട്ടാണ് നമ്മളതിന് ഡിക്ലെയർ ചെയ്യേണ്ടത്. വെറുതെ ഇൻറ്റ് എന്ന് ഡിക്ലെയർ ചെയ്താൽ പറഞ്ഞു 16 ബിറ്റാണ് അതിൻ്റെ സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്യണതെന്ന്. അത് 32767 വരെയുള്ള വാല്യൂ അതിനകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് അത്രയും റേഞ്ചിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഷോർട്ട് ഇൻറ്റ് എന്ന് പറയാം. ഷോർട്ട് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റിനേക്കാളും കുറച്ചും കൂടെ ചെറുതാണ്. ഇപ്പോൾ ഇൻറ്റ് 2 ബൈറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ഇൻറ്റിൽ 1 ബൈറ്റ് ആയിരിക്കും എടുക്കേണ്ടാവുക. അപ്പോൾ അത്രയും റേഞ്ച് കുറവായിരിക്കും അതിന്. അപ്പോൾ നമുക്ക് ഇൻറ്റ്, ഷോർട്ട് ഇൻറ്റ്, ലോങ് ഇൻറ്റ് 3 ക്ലാസ്സസ് ഉണ്ട്. ഷോർട്ട് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിനേക്കാളും ചെറുതാണ്, ലോങ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിനേക്കാളും വലുതാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ എത്രത്തോളം വലുതാണ് ചെറുതാണൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇതിൽ ഏത് വേണമെന്ന്. ദെൻ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അൺസൈൻഡ് ഇൻറ്റിജർ. അൺസൈൻഡ് ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈനിൻ്റെ ആവശ്യമില്ല. നമുക്ക് സൈനിൻ്റെ ആവശ്യം വരും എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് നമ്പർ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ സൈനിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഒരു വാല്യൂ മതി. അത് ഡീഫോൾട്ടായിട്ട് പോസിറ്റീവ് എന്നാണ് നമ്മുടെ അസംഷൻ. വെറുതെ ഒരു ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എന്നാണ് അസംഷൻ. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റിജറിനെ അൺസൈൻഡ് ഇൻറ്റിജറാന്ന് പറയാം. അപ്പോൾ അൺസൈൻഡ് എന്ന് യൂസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 16 ബിറ്റ് ആണ് ഇൻറ്റിജറിന് എടുക്കണമെന്നുണ്ടെങ്കിൽ 15 ബിറ്റ്സ് മാത്രമേ ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബിറ്റ് സൈനിന് പോയി. അപ്പോൾ നമ്മൾ അൺസൈൻഡ് ആയിട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 16 ബിറ്റ്സ് തന്നെ കംപ്ലീറ്റ് 16 ബിറ്റ്സ് നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അൺസൈൻഡ് ഇൻറ്റിജർ ആണെങ്കിൽ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന കീവേഡ് അൺസൈൻഡ് ഇൻറ്റ് എന്നാണ്. 2 വേർഡ് തന്നെയാണ്, അൺസൈൻഡ് ഒരു വേർഡ്, ഇൻറ്റ് അടുത്ത വേർഡ്. ആൻഡ് ദ റേഞ്ചസ് ഫ്രം 0 to 65535. അതായത് 65535 എന്ന് പറഞ്ഞാൽ 2⁻16-1 ആണ്. അതായത് 16 ബിറ്റ്സും എന്തിനു വേണ്ടി തന്നെ യൂസ് ചെയ്തു, നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി തന്നെ യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വലിയ വാല്യൂ, അതായത് 32767 കുറച്ചും കൂടെ വലിയ വാല്യൂ വരെ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സൈനിൻ്റെ ആവശ്യമില്ല, കുറച്ചും കൂടി വലിയ വാല്യൂ ഒക്കെ സ്റ്റോർ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അൺസൈൻഡ് ഇൻറ്റിജർ യൂസ് ചെയ്യാം. ദെൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ടൈപ്സ് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അതായത് ഫ്ലോട്ടിംഗ് പോയിൻറ്റിനകത്ത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻറ്റും ഡബിൾ പ്രസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റും. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സ് നമ്പേഴ്സ് ആർ സ്റ്റോർഡ് ഇൻ 32 ബിറ്റ്സ് വിത്ത് 6 ഡിജിറ്റ്സ് ഓഫ് പ്രസിഷൻ. അതായത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ സ്റ്റോർ ചെയ്യാനായിട്ട് 32 ബിറ്റാണ് എടുക്കുന്നത്. അതിപ്പോൾ 16 ബിറ്റ് വേർഡ് ലെങ്ത് ഉള്ള മെഷീനാണെങ്കിലും 32 ബിറ്റ് വേർഡ് ലെങ്ത് ഉള്ള മെഷീനാണെങ്കിലും ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ കേസിൽ 32 ബിറ്റ്സ് തന്നെയാണ് എടുക്കുന്നത് വിത്ത് 6 ഡിജിറ്റ്സ് ഓഫ് പ്രസിഷൻ. പ്രസിഷൻ എന്താണെന്ന് വെച്ചാൽ എത്ര പ്രിസൈസാണ് നമ്മുടെ വാല്യൂ. അതായത് നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടല്ലോ, അതായത് ഡെസിമൽ പോയിൻറ്റിന് ശേഷം 6 ഡിജിറ്റ്സ് ആണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറിൽ വരിക. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ കൂടുതൽ ആക്യുറേറ്റ് ആവുക, ഒരു റിയൽ നമ്പർ കൂടുതൽ ആക്യുറേറ്റ് ആവുക എപ്പോഴാണ്, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക അതിന് ഡെസിമൽ പോയിൻറ്റിന് ശേഷം കൂടുതൽ പൊസിഷൻസ് ഉള്ളപ്പോഴാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു വാല്യൂ ഒക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഡബിൾ പ്രസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 6 ഡിജിറ്റ്സ് ഓഫ് ഡെസിമൽ പോയിൻറ്റിന് ശേഷം 6 ഡിജിറ്റ്സ് വരെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, ഫ്ലോട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റിന് 3 വേരിയൻസ്, അതായത് നേരത്തെ ഇൻറ്റിജറിന് 3 ക്ലാസ്സസ് പറഞ്ഞ പോലെ ഇവിടെ 3 ക്ലാസ്സസ് ഉണ്ട്, ഫ്ലോട്ട്, ഡബിൾ, ലോങ് ഡബിൾ. ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ഡിജിറ്റ്സ് പ്രസിഷനുള്ള 32 ബിറ്റ്സ് എടുക്കണ ടൈപ്പ് ഓഫ് ഡേറ്റ
ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ട് യൂസ് ചെയ്യുക. ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 64 ബിറ്റ്സ് വിത്ത് 14 ഡിജിറ്റ്സ് പ്രെസിഷൻ. അതായത് ടോട്ടൽ 64 ബിറ്റ്സ് വെച്ചിട്ടാണ് വാല്യൂ സ്റ്റോർ ചെയ്യുക. അതിൽ 14 ഡിജിറ്റ്സ്, 14 ബിറ്റ്സ് അല്ലാട്ടോ 14 ഡിജിറ്റ്സ്, അതായത് ഡെസിമൽ റെപ്രസെൻറ്റേഷനിൽ എഴുതുമ്പോൾ ഡെസിമൽ പോയിൻറ്റിന് ശേഷം 14 ഡിജിറ്റ്സ് വരെ നമുക്ക് ഡബിൾ പ്രെസിഷൻ വെച്ചിട്ട് നടക്കും. അത്രയും ഡിജിറ്റ്സ് വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ലോങ് ഡബിൾ. ലോങ് ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 ബിറ്റ്സ് ആണ് അതിൻ്റെ സൈസ്. അതിൻ്റെ പ്രെസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡബിളിൻ്റെ അത്രയും പ്രെസിഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റിനകത്ത് പറയാനുള്ളത്. ദെൻ ക്യാരക്ടർ ടൈപ്പ്. ക്യാരക്ടർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് നമുക്കറിയാം. ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് വിത്തിൻ സിംഗിൾ കോഡ്സ് ആയിരുന്നു. അപ്പോൾ അതുപോലെ ഒരു സിംഗിൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയബിൾസിനെ നമ്മൾ ക്യാരക്ടർ ഡേറ്റ ടൈപ്പായിട്ടാണ് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യും. ക്യാർ എന്നാണ് അതിൻ്റെ കീവേഡ്. ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി 8 ബിറ്റ്സ് ആണ് എടുക്കുക. അതായത് 1 ബൈറ്റ് ആയിരിക്കും ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ക്യാരക്ടറിനും നമുക്ക് അൺസൈൻഡ് ആയിട്ടും സൈൻഡ് ആയിട്ടും യൂസ് ചെയ്യാം. വെറുതെ ക്യാർ എന്ന് മാത്രം ഡിക്ലെയർ ചെയ്താൽ അത് സൈൻഡ് ക്യാറാണ്. അപ്പോൾ ഇൻറ്റിജറിൻ്റെ കേസിലും വെറുതെ ഇൻറ്റ് എന്ന് പറഞ്ഞാൽ അത് സൈൻഡ് ആണ്. അൺസൈൻഡ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമുക്ക് അൺസൈൻഡ് എന്നൊരു ക്വാളിഫയർ പറയേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അൺസൈൻഡ് ക്യാറും ഉണ്ട്, സൈൻഡ് ക്യാറും ഉണ്ട്. അൺസൈൻഡ് ക്യാർ ആണെങ്കിൽ 1 ബൈറ്റ് ആണല്ലോ. അൺസൈൻഡ് ക്യാറിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 255 ആയിരിക്കും. അതായത് 0 മുതൽ 2⁻8 -1, 2⁻8 -1 വരെ. ഇനി സൈൻഡ് ക്യാർ ആണെങ്കിൽ -128 to +127 ആയിരിക്കും അതിൻ്റെ റേഞ്ച്. കാരണം അതിലെ ഒരു ബിറ്റ് സൈനിന് പോയി. ദെൻ വോയിഡ് ടൈപ്പ്. വോയിഡ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് നമ്മളിപ്പോൾ തുടക്കത്തിലൊന്നും ഒരു പ്രോഗ്രാമിനകത്തും വോയിഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഡേറ്റ ടൈപ്പ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ വോയിഡ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നോ വാല്യൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോയിഡ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് പറയാം. അപ്പോൾ നമ്മൾ ഈ വോയിഡ് എവിടെയാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിനി ഫങ്ഷൻസ്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഒക്കെ പഠിക്കും. അപ്പോൾ ഈ ഫങ്ഷൻസിലാണ് വോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷൻ്റെ ഡേറ്റ ടൈപ്പ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഫങ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ വോയിഡ് യൂസ് ചെയ്യുക. അതിൻ്റെ മീനിങ് അത് ഫങ്ഷൻ ഡസ് നോട്ട് റിട്ടേൺ എനിത്തിങ്. അങ്ങനെയാണെങ്കിൽ ആണ് നമ്മളതിനെ വോയിഡ് എന്ന് പറയാം. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക നമ്മൾ ഫങ്ഷൻസിൽ ഇത് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡേറ്റ ടൈപ്സ് വരുന്നത്. ഇനി ആ ഡേറ്റ ടൈപ്സിൻ്റെ ഒരു സമ്മറിയാണ് ഈ ഡയഗ്രത്തിൽ കൊടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ 5 ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫ്ലോട്ടിംഗ് പോയിന്റ് പറഞ്ഞപ്പോൾ ഫ്ലോട്ടും ഡബിളും ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മൊത്തം ഡേറ്റ ടൈപ്സിനെ നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇൻറ്റഗ്രൽ ടൈപ്പും ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പും ദെൻ വോയിഡും. അങ്ങനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇൻറ്റഗ്രൽ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇൻറ്റിജർ വാല്യൂ ഉള്ള ഡേറ്റ ടൈപ്സിനെ ഇൻറ്റഗ്രൽ ടൈപ്പിൽ പെടുത്തിയിട്ടുള്ളത്. അതായത് ഇൻറ്റിജറും ക്യാരക്ടറും. നമ്മൾ നേരത്തെ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഓരോ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനും ഒരു കറസ്പോണ്ടിങ് ഇൻറ്റിജർ വാല്യൂ ഉണ്ട്, അത് ആസ്കി വാല്യൂ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഇൻറ്റിജർ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ വാല്യൂ ഉള്ള ഡേറ്റ ടൈപ്സിനെയാണ് നമ്മൾ ഇൻറ്റഗ്രൽ ടൈപ്പ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിനകത്ത് ഇൻറ്റിജറും ക്യാരക്ടറും വരുന്നത്. ഇനി ഇൻറ്റിജറിന് സൈൻഡ് വേർഷനും ഉണ്ട്, അൺസൈൻഡ് വേർഷനും ഉണ്ട്. സൈൻഡിൽ വരിക ഇൻറ്റ്, ഷോർട്ട് ഇൻറ്റ്, ലോങ് ഇൻറ്റ്. ഇൻറ്റെന്നോ ഷോർട്ട് ഇൻറ്റെന്നോ ലോങ് ഇൻറ്റെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൈൻഡ് ആയിരിക്കും. ദെൻ അൺസൈൻഡ് ആണെങ്കിൽ ഈ 3 അൺസൈൻഡ് വേർഷൻസ് ആണ്. അൺസൈൻഡ് ഇൻറ്റ്, അൺസൈൻഡ് ഷോർട്ട് ഇൻറ്റ്, അൺസൈൻഡ് ലോങ് ഇൻറ്റ്. അങ്ങനെയും നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ദെൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ വെറുതെ ക്യാരക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ സൈൻഡ് ക്യാരക്ടർ എന്ന് പറയാം, അൺസൈൻഡ് ക്യാരക്ടർ എന്ന് പറയാം. ദെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പിനകത്ത് 3 കീവേഡ്സ് ആണ്: ഫ്ലോട്ട്, ഡബിൾ, ലോങ് ഡബിൾ. ദെൻ വോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ ടൈപ്പും. ഇതാണ് അതിൻ്റെ ഒരു സമ്മറി. ഇനി നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്യാം എന്നുള്ള രീതിയിൽ കേട്ടോ, നിങ്ങളിങ്ങനെ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഓരോ ഡേറ്റ ടൈപ്പിൻ്റെയും റേഞ്ച് എന്താണ്, അതായത് ക്യാരക്ടർ ഓർ സൈൻഡ് ക്യാരക്ടർ ആണെങ്കിൽ 1 ബൈറ്റ് ആണ് എടുക്കുക, -128 to +127 ആണ് വരിക. ഇനി അത് അൺസൈൻഡ് ആണെങ്കിൽ അതിനകത്ത് നെഗറ്റീവ് ഉണ്ടാവില്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. 0യും പോസിറ്റീവ് നമ്പേഴ്സും മാത്രമേ ഉണ്ടാവുള്ളൂ. 255 വരെ റേഞ്ച് വരും, അതായത് ഒരു ബിറ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതുകൊണ്ട്. ദെൻ സൈൻഡ് ഇൻറ്റ് ഓർ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ബിറ്റ്സ് ആണ്. 2⁻15 -1 വരെ പോകുന്ന റേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി അത്
അൺസൈൻഡ് ഇൻ്റ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് നമ്പർ ഉണ്ടാവില്ല, അതിന് പകരം ഒരു പൊസിഷൻ നമുക്ക് എക്സ്ട്രാ കിട്ടും. അങ്ങനെ ഓരോന്നിൻ്റെയും റേഞ്ച് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞതാണ്. ഇത് നിങ്ങൾ നമ്പേഴ്സ് ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഓരോന്നിനും എത്ര ബിറ്റാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ഈ റേഞ്ച് കണ്ടുപിടിക്കുന്നതെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ആ കൺസെപ്റ്റ് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി.